ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങളീ പോകുന്നത് എങ്ങടാന്നറിയോ? നമ്മുടെ പാപ്പൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇന്ന് ഓണം ആഘോഷിക്കാൻ നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഞാനും ഋതുവും വീട്ടിൽ തന്നെയായ കാരണം ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ വീട്ടിലാണ് ഓണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ പാർക്കലിനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ആ വീട്ടിൽ ഇരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷം കൂടി ഇന്നത്തെ ഓണാഘോഷത്തിലുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ മേമ, സ്വപ്ന എന്നാണ് പേര്. അപ്പം പാപ്പൻ ഉണ്ടായിരുന്നില്ല, പാപ്പൻ ഓഫീസിലായിരുന്നു. പാപ്പ ഉച്ചയ്ക്ക് എത്തുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പിന്നെ പ്രസാദമൊക്കെ ആയി നേരെ അങ്ങോട്ടാണ് പോയത് കേട്ടോ. മേമേനെ ഞങ്ങൾ മേമാന്നൊന്നും വിളിക്കില്ല കേട്ടോ, പാപ്പിന്നാണ് വിളിക്കുക. പണ്ട് തൊട്ടേ എങ്ങനെയാണ് വിളിക്കുക. ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മേമാന്ന് ആദ്യം പറഞ്ഞു പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അങ്ങനെ പാപ്പി ആദ്യം രാവിലെ കുക്കിങ്ങൊക്കെ ഒരുവിധം തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്നതിന് ശേഷം 10 മണി ആയി ഞങ്ങൾ എത്തിയപ്പോൾ. അപ്പോഴും ചെറുതായിട്ടെല്ലാം ഫൈനൽ സ്റ്റേജിൽ നിൽക്കുക, വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം നല്ല ടേസ്റ്റിലുണ്ടാക്കും കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ ഒരു വെജിറ്റേറിയൻ ഓണസദ്യ ഒന്നും ആയിരുന്നില്ല കേട്ടോ. നോൺ വെജ് ആയിരുന്നു ഉണ്ടായിരുന്നത് കൂടുതലും. വെജിറ്റേറിയൻ ഇല്ല എന്നല്ല, വെജിറ്റബിൾസ് കറി ഉണ്ടായിരുന്നു, നോൺ വെജ് ഉണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഞങ്ങളുടെ അനിയന്മാരൊന്നും അങ്ങനെ പച്ചക്കറികളോട് വലിയ താല്പര്യം ഇല്ല. അപ്പോൾ ഇതാകുമ്പോൾ നല്ലതല്ലേന്ന് വെച്ചിട്ട് നോൺ വെജാണ് കൂടുതലുണ്ടായിരുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന പായസം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കുറച്ച് കഴിച്ചു. പിന്നെ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഋതു പിന്നെ വന്നപ്പോൾ തന്നെ ടി വിയിലാണ്, യൂട്യൂബിൽ അവന് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ വെച്ചിട്ട് അവനിരുന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം അവനവിടെ ഒരു സൈഡിൽ സെറ്റായിട്ടിരിക്കുക. അവനെപ്പോഴും ചോദിക്കും പാപ്പന ചേച്ചൻ എപ്പോഴാണ് വരാമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണാനായിട്ടാ. അങ്ങനെ കറികളും എല്ലാതും സെറ്റായി വരുന്നു. അവിയലൊരു സൈഡിലാവുന്നുണ്ട്, ചിക്കൻ കറി, ബീഫ് കറി, അങ്ങനെ ഒരുവിധം എല്ലാതും ശരിയായിട്ടുണ്ട് കേട്ടോ. കാരണം പാപ്പി രാവിലെ എഴുന്നേറ്റ് എല്ലാം ചെയ്തു കേട്ടോ. ഞാൻ രാവിലെ ചെന്ന് സഹായിക്കാമെന്നൊക്കെയുള്ള മൈൻഡിലാണ് ചെന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നോൺ വെജ് വെച്ചിട്ടുള്ളൊരു ഓണസദ്യയാണ് ഇപ്രാവശ്യമുള്ളതെന്ന്. അങ്ങനെ ഞാൻ മാത്രം സെറ്റ് സാരിയൊക്കെ എടുത്ത്, അവരെല്ലാവരും പഴയ ഡ്രസ്സിലൊക്കെ നിന്നത്. പിന്നെ മാറാൻ വേറെ ഡ്രസ്സില്ലാത്തവരും ഞാൻ അതെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ഞങ്ങൾ പണികളെല്ലാം ഒതുക്കി. എൻ്റെ ഇടയിൽ ഓരോ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്തും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് അല്ലാതെ ഒറ്റയ്ക്കാവില്ലേ. ഇത് ഞങ്ങളുടെ അമ്മാമയാണ് കേട്ടോ. അമ്മാമയ്ക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല, എന്നാലും ആൾ ഉഷാറായിട്ട് എല്ലായിടത്തും ഓടി നടന്ന് എത്തും കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ പാപ്പൻ വരാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു. പാപ്പൻ ഉച്ചയ്ക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാപ്പന് എന്തായാലും ഇന്ന് ലീവ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഓണായാലും പാപ്പന് ഓഫീസിൽ പോകണം. ഈ വർഷം ഓണത്തിന് ഒറ്റയ്ക്കാന്നുള്ളൊരു വിഷമമുണ്ടല്ലോ, അത് ഇവിടെ വന്നപ്പോൾ മാറിയിട്ടോ. ഇവിടെ എല്ലാവരുമായിട്ടും അടിപൊളിയായിരുന്നു. വർത്താനം പറയലും എല്ലാതുമായിട്ട് പാചകമൊക്കെ തകൃതി നടക്കുന്നുണ്ട്. പിന്നെ അത് പാപ്പിൻ്റെ ചേച്ചി കേട്ടോ, അവരുടെ വീടാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ അവരും ഈ വർഷം ഇവിടെയാണ് കേട്ടോ ഓണം കൂടാനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെറിയ പണികളും തട്ടലും മുട്ടലൊക്കെ ആയിട്ട് ഓണത്തിൻ്റെ തിരക്കുകൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒരു മസാലപ്പൊടി ഇടലുണ്ട്, അത് പാപ്പിയുടെ സ്പെഷ്യലാണ്. ആ മസാലയും കൂടി ഇട്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്തു. അപ്പോഴേക്ക് ഉച്ചയായി. നമ്മുടെ പാപ്പൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഓഫീസിൽ നിന്ന്. അപ്പോൾ ആളെ കണ്ടപ്പോൾ തന്നെ പ്രത്യേക സുഖം, ഒരു സന്തോഷം. പാപ്പനപ്പോൾ വരുന്ന വഴിക്ക് പായസമൊക്കെ ഓർഡർ കൊടുത്തിട്ടുള്ളത് എടുത്തിട്ടാണ് കേട്ടോ വന്നത്. പായസം ഓർഡർ ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഋതു ഓടിച്ചെന്നു. അപ്പോൾ ആ സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ട് അവനകത്തേക്ക് കൊണ്ടുവരാൻ കേട്ടോ. പായസം മാത്രമല്ല കേട്ടോ, പഴയിടത്തിൻ്റെയാണ് ഐറ്റംസ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇഞ്ചുംപുളി അച്ചാറും കാളനും പായസവും. അപ്പം അത് സദ്യയുടെ ഐറ്റംസ് കൊടുക്കുന്ന അവിടെ നിന്ന് വാങ്ങിയിട്ടാട്ടോ വന്നത്. ഇതാണ് ഞങ്ങളുടെ പാപ്പൻ, രാധാകൃഷ്ണൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. പാപ്പൻ എന്നാണ്, രാധാകൃഷ്ണൻ എന്നാണ് പേര് കേട്ടോ. അങ്ങനെ പാപ്പൻ വന്ന വഴിക്ക് എന്നെ കിച്ചണിലേക്ക് എത്തിയത് കേട്ടോ. പായസം അവിടെ ഏൽപ്പിക്കട്ടെ, പായസമൊക്കെ കൊടുത്ത് പിന്നെ എന്തൊക്കെയായി കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ. അതൊക്കെ അന്വേഷിച്ചു. അപ്പോൾ എല്ലാം ഒരുവിധം ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പാപ്പിയും പറഞ്ഞു കേട്ടോ. ഇതിൽ മുഴുവൻ പായസമാണ്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ടീനാട്ടോ, വീഡിയോയിൽ ചെറുതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ പാപ്പനെ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പാപ്പൻ. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായി തുടങ്ങി എല്ലാവരും. കാരണം ഉച്ചയായല്ലോ, അപ്പോൾ വിശപ്പ് വന്നു തുടങ്ങി. പിന്നെ നമ്മുടെ ഉണ്ണികൾ, അതായത് അനിയന്മാർ രണ്ടുപേരും ഉറക്കത്തിലാണ് കേട്ടോ. അവർക്ക് തലേദിവസം രാത്രി അവരെ ക്ലബ്ബിൽ പരിപാടികൾ, അതായത് ഓണത്തിൻ്റെ കലാപരിപാടികളും പിന്നെ പൂക്കളമിടലും അങ്ങനെയൊക്കെ ആയിട്ട്
അവർ രണ്ടുപേരും നല്ല ഉറക്കത്തിൽ, അവർ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പാപ്പനൊക്കെ വന്ന് കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് ഉണ്ണികളെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പറയുമ്പോൾ ഉണ്ണികളെന്ന് പറയുമെങ്കിലും കാണാൻ എന്നെക്കാളിൻ്റെയൊക്കെ ഡബിൾ സൈസാണ് കേട്ടോ. അവരൊക്കെ നല്ല സൈസുള്ള കുട്ടികളാണ്, അനിയന്മാരാണ്. അങ്ങനെ ഞങ്ങൾ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ പുതിയ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരണം. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കലും സന്തോഷമൊക്കെ ആയിട്ട് എല്ലാതും ഭംഗിയായിട്ട് നടന്നു കേട്ടോ. ഇതാരാന്നറിയോ? ഇതാണ് ജഗ്ഗു കേട്ടോ. ജഗ്ഗുവിന് ഇന്ന് പുതിയ കൂടൊക്കെയാണ്. ഇന്നല്ല, കുറച്ച് ദിവസമായി കൂടൊക്കെ പണിതിട്ട്. വീട് പുതുക്കിയപ്പോൾ അവൻ്റെ കൂടും മാറ്റി പണിതു കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നല്ല നല്ല മണങ്ങളൊക്കെ എത്തുകയാണല്ലോ. അതാണ് ആളിങ്ങനെ നോക്കിയിരിക്കുക, എപ്പോഴാണ് എനിക്കുള്ളത് ഫുഡ് എത്തുക എന്നുള്ളത് കാത്തിരിക്കുക കേട്ടോ ജഗ്ഗു. ഋതു പിന്നെ ടി വി ഒക്കെ കണ്ട് ഇടയ്ക്ക് ഓടി ഒന്ന് കളിച്ച് ജഗ്ഗുവിൻ്റെ അടുത്ത് പോയി. അങ്ങനെയൊക്കെ ആയിട്ട് അവരിയ്ക്കും കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അനിയന്മാർ. അപ്പോൾ അവരാദ്യം കഴിക്കാനിരിക്കുകയാണ്. ഒരാളും കൂടി ഉണ്ട്, അവൻ നല്ല ഉറക്കത്തിലാണ്, അവൻ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വരും കേട്ടോ. പിന്നെ ഇവർ കഴിച്ചതിന് ശേഷം അവനും കഴിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ വിളമ്പി അമ്മാമ്മയും എല്ലാവരും കൂടി ഇരുന്നിട്ട്, അപ്പോൾ അതിൽ ആകെ 6 പേർക്കല്ല ആദ്യം ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം 6 പേരിരുന്നു. പിന്നെ താഴെ ഇരിക്കുക എന്നുള്ള കാര്യമൊന്നും പോസിബിൾ അല്ലല്ലോ. താഴെ ഇരിക്കാൻ എല്ലാവർക്കും തന്നെ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. താഴെ ഇരിക്കാൻ മടിയുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ മേശ തന്നെ. അപ്പോൾ ഇതാണ് കേട്ടോ ഏറ്റവും താഴെയുള്ള അനിയൻ. അപ്പോൾ അവനും വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ ഓണസദ്യ ഉണ്ട് കേട്ടോ. നോൺ വെജിറ്റേറിയൻ ഓണസദ്യ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഈ വർഷത്തെ ഓണം ഞങ്ങൾ ആഘോഷിച്ചു കേട്ടോ. പച്ചക്കറി വേണ്ടവർക്ക് പച്ചക്കറി, നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ്, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. എല്ലാം കൂട്ടി അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഈ വർഷത്തെ ഓണം അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് തിരിഞ്ഞു. പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീടൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ തന്നെ ക്ലീൻ ചെയ്തിട്ടോ. അല്ലെങ്കിൽ പിന്നെ പാപ്പ ഒറ്റയ്ക്കാവും ലാസ്റ്റ് ക്ലീൻ ചെയ്യാൻ. എല്ലാവരും കഴിച്ചിട്ട് എനിക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഋതും പിന്നെ വൈകിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.